ആ കണ്ടു കണ്ടു. ഹണി ബി പോലെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ആവുമ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ, നമ്മുടെ പാലക്കാട് 10 കോടി ചെലവില് അല്ലേ അല്ലേ നമ്മുടെ പാലക്കാട് 10 കോടി ചെലവില് ഒരു മറൈൻ അക്വേറിയം വന്നിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സൺഡേ ആവാൻ വെയിറ്റ് ചെയ്യായിരുന്നു കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, മത്സ്യകന്യകമാരെയൊക്കെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് പോണത്. ഇതിലാജ് നീതിരാജ് ഇപ്പൊ തന്നെ നീന്തി തുടങ്ങി, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്തൊക്കെയാന്ന് നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോൾ അല്ലേ നമുക്ക് ഓക്കെ. അങ്ങനെ ഞങ്ങളിതാ ആ സ്ഥലത്തേക്ക് എത്താറായിരിക്കുകയാണ് ഗൈസ്. പുറത്തുനിന്നുള്ള അതിൻ്റെ ആ വ്യൂ കാണിച്ചു തരാം കേട്ടോ. പുറത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഗൈസ്. നമ്മളിതാ അതിൻ്റെ ആ ഫ്രണ്ട് വ്യൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. മിഥിലാജിൻ്റെ വക ഫോട്ടോ എടുക്കണോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അവിടെയാണ് ഗൈസ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് പോയേക്കാം കേട്ടോ. ഇതിലതിന് ചുറ്റത്തൊക്കെ അവൻ ഫോട്ടോ എടുക്കലായിരുന്നു അവൻ്റെ പരിപാടി. അവ അടുത്ത് പോയിട്ട് അവൻ്റെ ക്യാമറയിൽ ഫിഷിൻ്റെ ഒക്കെ ഫോട്ടോസ്. ടിക്കറ്റ് കാണിക്കും എനിക്കാ. അങ്ങനെ ആ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. മീനിൻ്റെ ഇങ്ങനെ വായ ഓപ്പണായി നിൽക്കണം, അങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ട് ഭാഗം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ പോയത് ഉച്ച സമയത്തായ കാരണം നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ ടിക്കറ്റ് ചെക്കിങ്ങിനായിട്ട് സെക്യൂരിറ്റിക്ക് കാണിച്ചു കൊടുത്ത് നമ്മളിതാ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഒക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഉള്ളിലേക്ക് എത്തി. അൽ പ്രോ ക്യാമറാമാൻ. അടിപൊളിയായിട്ടില്ലേ? ആ കണ്ടു കണ്ടു. ഹണി ബി പോലെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ആവുമ്പോ കൊറേ ഉണ്ട് ട്ടാ. വാവ്, സൂപ്പർ.
സൂപ്പർ. ഇതൊക്കെ തേനീച്ചയുടെ പോലില്ലേ? ഏതാ? ആ തന്നെ വാങ്ങിടുവാ. അമ്പോ പുളി വണ്ടമീൻ. അയ്യോ ഇല്ലേ. ഫോട്ടോഗ്രാഫർ മിഥിലാജ്. അമ്പോ കിടുക്ക മീനാട്ടാ. മീനിന്റെ പേരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അറിയുന്നില്ല ഗൈസ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നോക്ക് വൽക്ക, ഇത് നോക്ക്. ഉള്ളിലാണ് ആണോ? കണ്ണ എന്താ പേരിത്? ഇതാണ് ആഫ്രിക്കൻ പശു. മുഷിയാ? ഉമ്മച്ചിക്ക് അറിയില്ലടോ. ആ ഇത് കാണാൻ നല്ല ഇമ്മയുണ്ട്. ബാ നേരെ പോ. അതുപോലത്തെ മീൻ മുള്ള പോലെയല്ലേ കാണാൻ? അമ്പോ അടിപൊളി മീനല്ലേ? എന്താണ് ഇത്? ആണോ? ഓസ്കാർ. മീനിന്റെ പേരുകൾ പറഞ്ഞു തരുന്ന ആൾ. ആ ആണോ? അതൊക്കെ നിനക്ക് എങ്ങനെയാണ് അറിയണത്? അയ്യടേ ആ ഇതാണ് തെരണ്ടി. തെരണ്ടി അല്ലേ? തെരണ്ടിയാണ്. തെരണ്ടി തെരണ്ടി.
ഇത് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ എടുക്കണം അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് സ്റ്റോളുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്നു. ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത ആ മത്സ്യകന്യകയുടെ ആ സ്പേസ് എത്തണത് കേട്ടോ. കണ്ടെത്തി നമ്മൾ തേടി വന്ന ആളെ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിനെയല്ലല്ലോ അതിനല്ലേ കാണുന്നേ. ദാദാ നിങ്ങൾ തേടി വന്ന ആൾ. ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇത്രയും ക്രൗഡായിട്ട് നിന്ന് കാണുന്നത് ഈ മത്സ്യകന്യകയുടെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മത്സ്യകന്യകന്മാരും കന്യകകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സ്വിമ്മിങ്ങിന് കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മുടെ ഇവിടെ പാലക്കാട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഭയങ്കര കൗതുകത്തോടെയാണ് ഇത് കണ്ടായിരുന്നത്. അതുപോലെ എല്ലാവരും ഭയങ്കര ഇതിൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ഇവരെങ്ങനെ ഇങ്ങനെ സ്വിമ്മ് ചെയ്യണം, ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിട്ട് എന്നുള്ളതിലാണ് എല്ലാവരും നോക്കിയിരുന്നായിരുന്നു. മിഥിലാജിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇതാ മത്സ്യകന്യക നമുക്ക് ഹായൊക്കെ തരുന്നുണ്ട് നമ്മുടെ കൂടെ സെൽഫി എടുക്കാനും. അങ്ങനെ കുറേ നേരം ഇവിടെ നമ്മളിങ്ങനെ നിന്നോട്ടാ. പിന്നെ ഇവർ കുറച്ച് സമയം സ്വിമ്മ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ, ബ്രീത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ സ്വിമ്മ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ നോക്കി എല്ലാവരും രസത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇത്രയും ഭാഗമായിരുന്നു കേട്ടോ മീനിൻ്റെയും പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സംഭവങ്ങളെല്ലാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എക്സിബിഷന് കാണുന്ന പോലെയുള്ള കുറേ സ്റ്റാളുകളും പിന്നെ നമുക്ക് കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ളതും പിന്നെ അങ്ങനെ മേടിക്കാനുള്ള അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഫുള്ള് ഉണ്ടായിരുന്നത്. ഇതെന്തുവാ, എന്ത് പോണത്? സുദർശന ചക്ര തന്ന് ഞാൻ പിടിച്ചോക്കട്ടെ. ഓ ഇത് വേദനിക്കുക ചെയ്യണ്. സോളാറിൻ്റെ അല്ല അത് അല്ല. ചേട്ടാ വെളുപ്പിച്ചു തരുമോ കൈ? വെളുത്തിട്ട് പാറോ? പഴുക്കൊക്കെ പോരൂട്ടാ. വാട്ട് ചേഞ്ച് ചെയ്യാ. വെളുത്തിട്ട് പാറി ചേഞ്ച് ഉണ്ട്. ചാറുകൾ മൾട്ടി പർപ്പസ് ഡസ്റ്റർ. ആ ശരി കാണിച്ചോ. ജസ്റ്റ് ഒരു നോർമൽ സ്കെച്ച് ഇതിനകത്തേക്ക് ഇടണം, ഇതുകൊണ്ട് അടയ്ക്കണം. ഇതുപോലെ പെയിന്റിങ് ഡ്രോയിങ് ഒക്കെ ചെയ്യാം. താത്ത യൂട്യൂബറാ, താത്തന്റെ സബ്സ്ക്രൈബർക്ക് അന്ന് ഓഫർ വരാം. താത്ത ഇതൊന്നും എടുത്താൽ മതി. 270 സബ്സ്ക്രൈബർ 150 റുപ്യ തരാം. താത്താക്ക് വേണ്ടി ഇതുകൂടി ചെയ്യില്ലേ? അല്ല എൻ്റെ കുട്ടി ഇതാ. കുട്ടികൾക്ക് ഇങ്ങനെ പരിചരിക്കുന്ന സൈറ്റൊക്കെ പെയിന്റിങ് ഡ്രോയിങ് ചെയ്ത് കളിക്കാം.
പിന്നെ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് പെന്നുകളാണ് കേട്ടോ. കുറേ വെറൈറ്റി പെന്നുകളുണ്ടായിരുന്നു. അപ്പോൾ മിഥിലാജ് ഇങ്ങനെ നോക്കുകയാണ്, അവന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഓരോന്നോരോന്ന് എടുത്ത് ഓരോ മോഡലായിരുന്നു കേട്ടോ. ഈ ചുറ്റികയുടെ പോലത്തെയും പിന്നെ ഓരോ ബേർഡ്സിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഇത് വരുന്നത് ക്യാരിക്കേച്ചറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോട്ടോസ് കൊടുത്താൽ അവർ ലൈവായിട്ട് നമുക്ക് ഇത് വരച്ച് തരും. അപ്പോൾ അങ്ങനെ ഒരാൾക്കാർ വരപ്പിക്കണ ഒരു പിക്കാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഭാഗത്ത് വരുന്നത് ഫുഡ് കോർട്ടാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ ഗെയിമുകളുണ്ടായിരുന്നു കേട്ടോ. ഈ യന്ത്രൂഞ്ഞാൽ, പിന്നെ ഇങ്ങനെ ഈ വഞ്ചി പോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ അതൊക്കെ വർക്കിംഗ് ആവുക. നമ്മൾ ഉച്ച സമയത്ത് വന്ന കാരണം നമ്മൾ അതിലൊന്നും കയറാനൊന്നും പറ്റിയില്ല, നല്ല വെയിലല്ലേ. അതൊരു 4 മണി 5 മണി ആ ടൈം ആകുമ്പോഴാണ് കേട്ടോ അതൊക്കെ വർക്കിംഗ് ആവുക. അങ്ങനെ നമ്മളിതാ പോകുന്നു. അവിടെ കുറേ ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇടാൻ നമ്മൾ കുറേ ദിവസം മുന്നേ പോയതാണ് കേട്ടത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.